12ാം വയസ്സിലാണ് അയാൾ ആദ്യമായി മദ്യത്തെ രുചിച്ചു നോക്കുന്നത്. 7ാം ക്ലാസ്സിൽ തോറ്റതിന് അച്ഛൻ വഴക്കു പറഞ്ഞ വാശിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ചെത്തുകാരൻ വേലപ്പേട്ടൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു കുപ്പി അന്തിക്കള്ള് മോഷ്ടിച്ച് ഒറ്റ മൂന്നിരങ്ങ് കുടിച്ചു. മദ്യം കഴിച്ചാൽ സകല വിഷമവും മറക്കുമെന്ന് ആരോ പറഞ്ഞു കേട്ടത്രേ. കള്ളം കുടിച്ച് ബോധമില്ലാതെ ശങ്കരേട്ടൻ്റെ 1 ഏക്കറോളം വരുന്ന തെങ്ങിൻ തോപ്പിൽ കിടന്നുറങ്ങുന്ന 7ാം ക്ലാസ്സുകാരനെ പിറ്റേന്നാണ് വീട്ടുകാർ കണ്ടെത്തിയത്. ഇനി എന്തു തന്നെയായാലും അവനെ ഒന്നും പറയണ്ട. അവന് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പഠിക്കേണ്ട. പഠിച്ചിട്ടിപ്പോൾ വലിയ കളക്ടർ ഉദ്യോഗമൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. നമ്മൾ ഓരോന്ന് പറഞ്ഞ വിഷമത്തിന് ചെക്കും പോയി വല്ല കടുങ്ങുകയും ചെയ്താൽ നഷ്ടമാർക്കാം. ആണായിട്ടും പെണ്ണായിട്ടും ഇതൊന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണടയും വരെയെങ്കിലും അവൻ എവിടെയെങ്കിലും പിഴയ്ക്കട്ടെ. സ്കൂളിൽ പോകേണ്ട എന്നുള്ള തൻ്റെ ആഗ്രഹത്തെ സഫലീകരിക്കാൻ കാരണക്കാരനായ മദ്യത്തെ അന്നു മുതൽ ആ 7ാം ക്ലാസ്സുകാരൻ സ്നേഹിക്കാൻ തുടങ്ങി. അവൻ എന്ത് തെറ്റ് ചെയ്താലും വീട്ടുകാർ മൗനം പാലിച്ചു. പിന്നീട് വളർന്നു വലുതായപ്പോഴും മദ്യം തന്നെയായിരുന്നു രമേശിൻ്റെ ഉറ്റ ചങ്ങാതി. ഏതൊരു കല്യാണമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, കാതുകുത്തായിക്കോട്ടെ, അടിയന്തരമായിക്കോട്ടെ, അതൊക്കെയും രമേശിന് മദ്യപിക്കാനുള്ള വെറും കാരണങ്ങൾ മാത്രമായി മാറി. കല്യാണ വീടുകളിൽ മദ്യപിച്ച് അടിയുണ്ടാക്കുക എന്നത് രമേശിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അവൻ മദ്യപിച്ചിട്ടല്ലേ, സ്വബോധത്തോടെ അല്ലല്ലോ, വിട്ടേക്ക്. മദ്യപിച്ച് എന്ത് വൃത്തികേടും ചെയ്യാമെന്ന ബോധ്യം അന്നു മുതലേ രമേശിൻ്റെ തലയിൽ ആണിയടിച്ചു തറയ്ക്കപ്പെട്ടു. സ്ത്രീകളെ പോലും വെറുതെ വിട്ടിരുന്നില്ല. എന്ത് വൃത്തികേട് പറഞ്ഞാലും ചെയ്താലും മുഴുക്കുടിയനാണെന്ന കാരണത്താൽ രമേശൻ ചെയ്യുന്നതും പറയുന്നതും ആളുകൾ മനഃപൂർവ്വം അവഗണിച്ചു. ആകപ്പാടെ ഉള്ള ഒരു സന്തതി വഴിതെറ്റിപ്പോയതോർത്ത് രമേശിൻ്റെ അമ്മയും അച്ഛനും തങ്ങളുടെ വാർദ്ധക്യത്തിൽ നെഞ്ചുരുകി ജീവിച്ചു. നീ രമേശിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കെൻ്റെ വത്സലെ, ഒറ്റാം തടിയായി നടക്കുന്നത് കൊണ്ടാ ആ ചെക്കനിങ്ങനെ തോന്നിയ പോലെ നടക്കുന്നത്. കടിഞ്ഞാനിടാൻ ഒരു പെണ്ണുണ്ടായി നോക്കട്ടെ, അവൻ്റെ ഒരു കളിയും നടക്കില്ല. രമേശൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ചിന്നമ്മ ഒരിക്കൽ വീട്ടിൽ വന്നതും അവരെ ഉപദേശിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഏട്ടത്തി, എൻ്റെ കണ്ണടയും വരെ ഒരു കയ്യിൽ വെള്ളം കൊടുക്കാൻ ഞാനുണ്ട്. അത് കഴിഞ്ഞാൽ എന്താകും അവൻ്റെ അവസ്ഥ? ഇങ്ങനെ കുടിച്ചു നടക്കുന്ന ഒരുത്തന് ആര് പെണ്ണ് തരാനാണ്? അവർ മൂക്കു പിഴിഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു. നീ ഇങ്ങനെ കരയാതെ വത്സലേ, ഈ നാട്ടിൽ നിന്നല്ലേ അവന് പെണ്ണ് കിട്ടാതുള്ളൂ. ഞാൻ ഇത്തവണ വന്നതിന് ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അങ്ങേരുടെ പെങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അവിടുത്തെ തൊട്ടടുത്ത വീട്ടിലെ മൂത്ത പെൺകുട്ടിക്ക് കല്യാണം നോക്കുന്നുണ്ട്. പേര് മിനി. 3 പെൺമക്കളാ. ഒരു ഗതിയില്ലാത്ത ഒരു കുടുംബം. തന്തക്കിടപ്പിലാണ്. 3 എണ്ണത്തിൽ മൂത്തതാണ് ഈ കൊച്ച്. കെട്ടിച്ചയക്കാൻ ഒരു നിവൃത്തിയില്ല. പറ്റിയ കൂട്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ആലോചിക്കാൻ പറഞ്ഞതാണ്. അന്നേരം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് നമ്മുടെ രമേശിൻ്റെ മുഖമാണ്. നമുക്കിതങ്ങ് ആലോചിക്കാൻ മനസ്സിലായി. താഴെ 2 പെൺമക്കളായതുകൊണ്ട് മൂത്തതിനെ ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൈ ഒഴിയാൻ കാത്തിരിക്കുകയാണ് അതിൻ്റെ വീട്ടുകാർ. വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് അടയ്ക്ക പൊടിച്ചതും ചേർത്ത് മടക്കി വായിലേക്ക് തിരുക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അവനെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടോ ഏട്ടത്തി? വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം. ആ, ഇതാ ഇപ്പം നന്നായത്. എല്ലാം പറഞ്ഞ് പെണ്ണന്വേഷിക്കാനാണെങ്കിലേ നിന്റെ മോൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെയൊരു ബന്ധം നമ്മുടെ കയ്യിൽപ്പെട്ടത് ഭാഗ്യം എന്ന് കരുതിയാൽ മതി. ഞാൻ അവരോട് പറയാൻ പോവാ. നീ അവനോട് അടുത്ത ആഴ്ച വന്ന് പെണ്ണ് കാണാൻ പറ. അതും പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി. അമ്മയുടെ നിർബന്ധപ്രകാരമാണ് രമേശനും കൂട്ടുകാരും കൂടി പെണ്ണ് കാണാൻ പോയത്. ധൈര്യത്തിനെന്ന പേരിൽ അപ്പോഴും 2 എണ്ണം അടിച്ചിട്ടാണ് രമേശൻ പോയത്. ചായ കൊടുക്കാൻ കുനിഞ്ഞതും മദ്യത്തിൻ്റെ മണം മിനിയുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി. അയാളൊരു കുടിയനാണ്, തനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് പലവട്ടം പറഞ്ഞെങ്കിലും എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കാത്തിരിക്കുന്ന ഒരു ബാധ്യതയുടെ വാക്കുകൾ ആര് കേൾക്കാൻ? ഇന്നത്തെ കാലത്ത് ഏത് ചെറുപ്പക്കാരനാ കുടിക്കാത്തെ? നമ്മുടെ സാഹചര്യത്തിന് ആ ചെറുക്കനെ നിന്നെ ബോധിച്ചത് തന്നെ കാര്യം. ഒരു തരി പൊന്നു കൊടുക്കണ്ട. സർക്കാർ ഉദ്യോഗസ്ഥൻ തേടി വരുമോ എന്നാണോ നിന്റെ വിചാരം? നീ ഇങ്ങനെ വാശി പിടിച്ചാൽ നിന്റെ താഴെയുള്ളതുങ്ങൾ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഒരു പെണ്ണ് വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത എന്ത് ശീലമാണ് ആണിനുള്ളത്? ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. അമ്മ മൗനം പാലിച്ചപ്പോൾ കുഞ്ഞമ്മാവനാണ് മറുപടി പറഞ്ഞത്. തൻ്റെ ഇഷ്ടങ്ങൾക്കിനി ഒരു വിലയുമില്ല എന്നവൾ അന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൾ വിവാഹത്തിന് സമ്മതം മൂളി. വിവാഹപന്തലിൽ കരഞ്ഞുകൊണ്ടാണ് അവൾ രമേശിന് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തത്. അന്നേരവും അയാൾ മദ്യപിച്ചിരുന്നു. അയാളുടെ നോട്ടം അവളിൽ ഭയം സൃഷ്ടിച്ചു. സാധാരണ മറ്റുള്ളവരെ കല്യാണം കഴിഞ്ഞ വകയിൽ മദ്യപിക്കാറുള്ള രമേശൻ ഇക്കുറി സ്വന്തം കല്യാണം കഴിഞ്ഞതിൻ്റെ പേരിൽ മൂക്കുമുട്ടെ കുടിച്ചു. കാലം നിലത്തുറയ്ക്കാതെ ആടിയാണ് ആദ്യ രാത്രി അയാൾ മുറിയിലേക്ക് കടന്നു വന്നത്. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ആരെ വശീകരിക്കാനാണ് ഈ ഉരുമ്പട്ടവളെ നീ ഉടുത്തൊരുങ്ങി നിൽക്കുന്നത്? നിന്നെയൊക്കെ കണ്ട മയങ്ങി വീഴുന്നവനല്ലടി ഈ രമേശൻ. ഭയന്നു നിൽക്കുന്ന അവളുടെ മുടി കുത്തിന് കയറി അയാൾ പിടുത്തമിട്ടു. ഏതവനെ ഓർത്താടി നീ എൻ്റെ മുന്നിൽ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഒരുത്തനും നിന്നെ തൊടില്ല. ഞാൻ നിന്റെ മേൽ കിടന്ന് മേയാൻ പോവുകയാണ്. അതും പറഞ്ഞ അയാൾ അവളെ മുടിയിൽ പിടിച്ച് കടലിലേക്ക് വലിച്ചിട്ടു. ശേഷം അവളുടെ മേലേക്ക് വീണു. മദ്യത്തിൻ്റെയും ബീഡിയുടെയും ദുർഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറുമ്പോഴും അയാളുടെ ഭാരം താങ്ങാനാകാതെ അവൾ പിടഞ്ഞു. ദൈവമേ, ഇതാണോ തൻ്റെ ദാമ്പത്യ ജീവിതം?
ഒരു മുത്തം പോലും നൽകാതെ ബലാത്കാരമായി അയാൾ അവളെ പ്രാപിച്ചു. അവൾ നീറ്റൽ കൊണ്ട് പിടഞ്ഞപ്പോഴും അവളുടെ വേദന അയാൾക്ക് ഹരമായി മാറി. എല്ലാം കഴിഞ്ഞ് അയാൾ മാറിക്കിടന്നുറങ്ങിയപ്പോഴും അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. ഇയാളുടെ ജീവിതത്തിലെ വെറും പരീക്ഷണ വസ്തു മാത്രമായിരുന്നു താനെന്ന സത്യം അവൾ വേദനയോടെ മനസ്സിലാക്കി. പിന്നീടുള്ള ദിവസങ്ങൾ അവൾക്ക് നരകതുല്യമായിരുന്നു. എന്നും മദ്യപിച്ച് കാരണങ്ങളില്ലാതെ രമേശൻ അവളെ തല്ലി. ചിലപ്പോൾ കറിക്ക് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ്, ചിലപ്പോൾ അലക്കിയിട്ട വസ്ത്രത്തിലെ ചെളി പോയിട്ടില്ല എന്ന പേരിൽ, അതുമല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ശേഖരേടനോട് മിണ്ടി എന്ന പേരിൽ, അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടാക്കി അയാൾ അവളെ തല്ലുമ്പോഴും നോക്കി നിൽക്കാൻ മാത്രമേ രമേശൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഒരാളും ചോദിക്കാൻ വരണ്ട. അച്ഛനും അമ്മയും ഇടപെടുമ്പോഴൊക്കെ രമേശൻ അത് പറഞ്ഞ് അവൾക്ക് 2 അടി കൂടുതൽ കൊടുത്തു. അതോടെ അവർ മൗനം പാലിക്കും. എനിക്ക് പറ്റില്ലമ്മേ, എന്നും കള്ളു കുടിച്ച് വന്ന് എന്നെ ഉപദ്രവിക്കും. എൻ്റെ ദേഹത്ത് ഇനിയൊരു സ്ഥലമില്ല അടികൊള്ളാൻ. എനിക്കിനിയും വയ്യ, എന്നെ തിരിച്ചു വിടല്ലേ അമ്മേ. ഒരിക്കൽ സ്വന്തം വീട്ടിൽ വന്ന അവൾ അമ്മയോട് കേണപേക്ഷിച്ചു. അതൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ശരിയാകും മോളെ. ഇന്നത്തെ കാലത്ത് കുടിക്കാത്ത പയ്യന്മാരെ കാണാൻ തന്നെ കിട്ടില്ല. ഒരച്ഛനാകുന്നതോടെ അവൻ്റെ ഈ സ്വഭാവമൊക്കെ മാറും. അവൾ തിരികെ വന്നാലോ എന്ന് ഭയന്ന് അയാളുടെ പക്ഷം ചേർന്ന് സ്വന്തം അമ്മയും അവളെ കൈയൊഴിഞ്ഞു. അമ്മയുടെ വാക്കുകേട്ട് അവസാനത്തെ ഭാഗ്യപരീക്ഷണത്തിന് അവൾ തയ്യാറായി. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് പിറവിയെടുത്തു എന്നറിഞ്ഞ നാൾ മുതൽ മിനി സന്തോഷിച്ചെങ്കിലും അയാൾക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ തന്ത ആരാടിയെന്ന് പറഞ്ഞായിരുന്നു പിന്നീടുള്ള അടിയും വഴക്കും. എങ്കിലും പിറക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി അവളെല്ലാം സഹിച്ചു. പ്രസവമുറിയിൽ തൻ്റെ കുഞ്ഞിനായി അവൾ മരണവേദന തിന്നുമ്പോഴും അയാളെ വരാന്തയിൽ പോലും കണ്ടില്ല. അന്നേരവും രമേശൻ മദ്യത്തെ ആശ്രയിച്ചു. ഒടുവിൽ മണിക്കൂറുകളോളം വേദന തിന്ന് അവൾ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിൻ്റെ മുഖം കണ്ടാലെങ്കിലും അയാൾ നേരെയാകുമെന്ന് കരുതിയ അവൾക്ക് വീണ്ടും തെറ്റി. തന്നെ വായിൽ തോന്നിയത് പറയുന്നത് പോരാഞ്ഞിട്ട് കുഞ്ഞിനെയും പിഴച്ചുണ്ടായ സന്തതിയെന്ന് വിളിക്കാൻ തുടങ്ങി. പലപ്പോഴും മരിക്കാൻ വരെ തോന്നിയെങ്കിലും തൻ്റെ മകൻ സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ ജീവിച്ചേ മതിയാകൂ എന്നവൾ ഉറപ്പിച്ചിരുന്നു. പോകെ പോകെ അയാൾ ഒരു പണിക്കും പോകാതെയായി. സദാസമയവും മദ്യപാനം മാത്രമായി. ഒടുക്കം തൻ്റെ മകൻ പട്ടിണിക്ക് ആവാതിരിക്കാൻ അവൾ കൂലിവേലക്കിറങ്ങി. അപ്പോഴും അയാൾ അവളെ വെറുതെ വിട്ടില്ല. ഏതവൻ്റെ കൂടെ കിടന്നിട്ടാടി ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ അവളെ പൊതിരെ തല്ലും. അതിനു പുറമെ അവൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണവും തട്ടിയെടുത്ത് കുടിക്കും. രമേശിൻ്റെ അച്ഛനും അമ്മയും കിടപ്പിലായി. രമേശൻ ചെയ്യുന്ന ക്രൂരതകൾ കണ്ടും കേട്ടും കണ്ണുനീർ വറ്റി അവർ മരണത്തിനായി പ്രാർത്ഥിച്ചു. ഒരിക്കൽ തൻ്റെ മകൻ്റെ മുന്നിലിട്ട് തൻ്റെ ശരീരത്തെ പിച്ചി ചീന്താൻ ശ്രമിച്ച രമേശിനെ മിനി ദേഷ്യം സഹിക്കവയ്യാതെ ആഞ്ഞടിച്ചു. ആ ദേഷ്യത്തിൽ അയാൾ അവളുടെ വയറിലും നടുവിലും ശക്തിയോടെ 5-6 ചവിട്ട് ചവിട്ടി. അവൾ വേദന കൊണ്ട് നിലത്ത് കിടന്ന് പിടയുമ്പോൾ മകൻ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ആ വേദനയിലും അവൾ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. നിന്നെ എനിക്ക് വേണ്ടടി ശവമേ, പൈസ കൊടുത്ത നിന്നേക്കാ മുട്ടൻ ചിറകുകൾ എനിക്ക് പുറത്ത് കിട്ടും, ചത്ത ശവം, ഥൂ. അവളുടെ മേൽ തുപ്പിക്കൊണ്ട് അയാൾ ഇറങ്ങിപ്പോയി. രമേശിൻ്റെ മർദ്ദനമേറ്റ് മിനിക്ക് വയ്യാതെയായി. ഒരിക്കൽ പണിയെടുക്കുന്നിടത്ത് നിന്ന് തളർന്നു വീണതാണ്. 4 ദിവസം വീട്ടിൽ തന്നെ ചികിത്സയിൽ കിടന്നു. 5-ാം പക്കം അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ അമ്മയുടെ മൃതശരീരം കെട്ടിപ്പിടിച്ചു കരയുന്ന കുഞ്ഞിനെ കണ്ട് സകലവരുടെയും നെഞ്ചു പൊട്ടിയെങ്കിലും രമേശിന് മാത്രം യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. അവളുടെ ശരീരം ദഹിപ്പിക്കാൻ എടുക്കുന്നതുവരെ അയാൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് പിടിച്ചു നിന്നു. മകൻ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അയാൾ ഷാപ്പിലേക്ക് ഓടി. അവന് നല്ല വിഷമമുണ്ട്. കണ്ടില്ലേ കുടിക്കുന്നത്, അതും ഇനി ഇല്ലാതിരിക്കുമോ? സ്വന്തം ഭാര്യയല്ലേ. ഷാപ്പിലിരുന്ന് ആരൊക്കെയോ പിറുപിറുത്തു. എന്നാൽ 4-5 ദിവസത്തേക്ക് മദ്യപിക്കാൻ ഒരു കാരണം മാത്രമായിരുന്നു അയാൾക്ക് അവളുടെ മരണം. ചിതയിൽ തൻ്റെ ദേഹം കത്തി അമരുമ്പോഴും വിട്ടുപോകാനാകാതെ അപ്പോഴും ആ അമ്മയുടെ ആത്മാവ് തൻ്റെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.